ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, സാർ കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെയൊക്കെ ഗവൺമെൻറ് കോളേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 ഇയറിനെ 5 ഇയറിന് ഒരുമിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ രണ്ടാൾക്കാർക്ക് 3 ഇയർ എൽ ബി സ്റ്റുഡൻസിനും 5 ഇയർ എൽ ബി സ്റ്റുഡൻറ്റ് 2 പേർക്കും ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്, ഇത് 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എക്സാമിൻ്റെ ഒരു ഗ്രേഡ് ആയാലും എഴുതിയ ആൾക്കാരുടെ ഇതായാലും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഈ വർഷം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ ആയിരുന്നു, ഈ വർഷം ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പർട്ടിക്കുലർലി ഞാൻ പറയുകയാണ്, ഇത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ്. ഓക്കെ, ഈ വർഷം ചേഞ്ചുകൾ ഉണ്ടാവും അല്ലേ, ചേഞ്ചുകളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ജസ്റ്റ് കഴിഞ്ഞ വർഷം എത്രയാണെന്ന് കിട്ടിയെന്നുള്ളത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു, ഇത്തവണ ഇതുപോലെ ആയിരിക്കും എന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. സോ അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. മെയിനായിട്ട് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് ബാക്കി ഈ പ്രൈവറ്റ് കോളേജസ് ഒക്കെ നോക്കേണ്ടത് നിങ്ങൾക്ക് അതിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞതും അലോട്ട്മെൻറ്റ് നിർത്തില്ല. രണ്ട് പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഇതിലാണ് മാക്സിമം കുട്ടികൾ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേക്കൻസി വരുന്ന സീറ്റിലേക്ക് വേക്കൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. വേക്കൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ വേക്കൻസി വരികയാണെങ്കിൽ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ സീറ്റ്സ് ഫില്ലാകുന്ന വരെ എന്ത് ചെയ്യുന്നു, എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെൻറ്റ്സ്, വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്സ് പിന്നെയും എന്ത് ഫില്ലാകുന്നത് വരെ അവർ നടത്തും. അപ്പോൾ ഇത് പർട്ടിക്കുലർലി 5 ഇയറിന് 3 ഇയറിന് ഫസ്റ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്ക് ആദ്യം 5 ഇയറിനെ നമുക്ക് നോക്കാം. 5 ഇയർ 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ GLC എറണാകുളത്ത് 101 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റ്. ഈ SM എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റാണ്. ഓക്കെ, SM എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ GLC എറണാകുളത്ത് കഴിഞ്ഞ വർഷം 2024 5 ഇയറിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ജനറൽ 101. അതായത് അവസാനമായി കയറിയത് 101ാമത്തെ റാങ്കാണ് GLC എറണാകുളത്ത് 2024 5 ഇയറിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനമായിട്ടുള്ള കയറിയ റാങ്ക് എന്ന് പറയുന്നത് 101. ഈഴവ കാറ്റഗറിയിലേക്ക് അത് വന്നപ്പോൾ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 143. അതായത് 143ാമത് റാങ്കുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം GLC എറണാകുളത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഈഴവ കാറ്റഗറിയിൽ കയറി ലാസ്റ്റ് കുട്ടി. ഓക്കെ, 143ാമത്തെ റാങ്കുള്ള കുട്ടി. ഓക്കെ, പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 203 ലാസ്റ്റ് റാങ്ക്, 203. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാറ്റഗറീസ് എല്ലാ കാറ്റഗറീസും ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ SC ST ഷെഡ്യൂൾ കാസ്റ്റിൽ 610 ലാസ്റ്റ് റാങ്ക്. 610ാമത് റാങ്കുള്ള കുട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം 2024 GLC എറണാകുളത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കയറിയ ലാസ്റ്റ് റാങ്ക്. ST ഷെഡ്യൂൾ ട്രൈബ്സിൽ 688 ലാസ്റ്റ് റാങ്ക്. ഓക്കെ, EWS കാറ്റഗറിയിൽ 736 എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് റാങ്ക് ആയിട്ട്. പിന്നെ ബാക്കിയുള്ള കാറ്റഗറീസിനുള്ള ലാസ്റ്റ് റാങ്ക്. അപ്പോൾ ഇതായിരുന്നു 2024 GLC എറണാകുളത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ഉള്ള ലാസ്റ്റ് റാങ്ക്. ഇവിടെ കുറേ ഷോർട്ട് ഫോംസ് ആയിരിക്കും കൊടുത്തത്. SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ജനറൽ കാറ്റഗറി. EZ എന്ന് പറഞ്ഞാൽ ഈഴവ കാറ്റഗറി. MU എന്ന് പറഞ്ഞാൽ മുസ്ലിം. ഓക്കെ, പിന്നെ ഉണ്ട് VK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, വിശ്വകർമ്മ. ഓക്കെ, പിന്നെ ഇവിടെ BH ഉണ്ട്. BH എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഹിന്ദു. SC എന്ന് പറയാം SC ST. EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക് വീക്കർ സെക്ഷൻസ്. ഓക്കെ, ഇനിയും നമുക്ക് അപ്പോൾ എറണാകുളത്തെ ഗവൺമെൻറ് കോളേജിൽ നമ്മൾ നോക്കി. ഇനി നമുക്ക് തൃശ്ശൂരും കോഴിക്കോടും നമുക്ക് നോക്കാം. ഓക്കെ, തൃശ്ശൂരും കോഴിക്കോടും നിങ്ങൾക്കറിയാം BBLLB ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, BBLLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് തൃശ്ശൂർ ലോ കോളേജിലെയും കോഴിക്കോട് ലോ കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 5 ഇയറിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം തൃശ്ശൂരും കോഴിക്കോട് ലോ കോളേജും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന BBLLB ആണ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. ഓക്കെ, എറണാകുളത്ത് BCom LLB ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കോഴിക്കോട് ലോ കോളേജിൽ 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം 5 ഇയറിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 287 ലാസ്റ്റ് റാങ്ക്. ഈഴവ കാറ്റഗറിയിൽ 415 ലാസ്റ്റ് റാങ്ക്. മുസ്ലിം കാറ്റഗറിയിൽ 348 എന്ത് പറയുന്നത് ലാസ്റ്റ് റാങ്ക്. ഓക്കെ, പിന്നെ
SC കാറ്റഗറിയിൽ 1197 ലാസ്റ്റ് റാങ്കും, ST കാറ്റഗറി 2548, അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽ 886 886. ഇനിയും തൃശ്ശൂർ ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ 2024 5 ഇയർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 290. ഓക്കെ, കോഴിക്കോട് അത് 257 തൃശ്ശൂർ അത് 290. ഓക്കെ, ഈഴവ കാറ്റഗറിയിൽ 455 ഈഴവയിൽ ലാസ്റ്റ് റാങ്ക്. അത് കോഴിക്കോട് 415 അത് ഇവിടെ 455. ഓക്കെ, മുസ്ലിം കാറ്റഗറിയിൽ 363. പിന്നെ നമ്മുടെ SC കാറ്റഗറിയിൽ 1175. ഓക്കെ, പിന്നെ ST കാറ്റഗറി 2618 എന്ത് ചെയ്യുന്നത് തൃശ്ശൂർ 2024 5 ഇയർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക്. ഓക്കെ, EW കാറ്റഗറിയിൽ 763 എന്ത് ചെയ്യുന്നത് ലാസ്റ്റ്. ഇനി നമുക്ക് GLC ട്രിവാൻഡ്രം നോക്കാം. ഓക്കെ, 2024 5 ഇയർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള GLC ട്രിവാൻഡ്രത്തിൻ്റെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. ഓക്കെ, ട്രിവാൻഡ്രം നോർമലി ലാസ്റ്റ് റാങ്ക്സ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന കോളേജുകളിൽ ഇത് ഒന്നാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജാണ് ട്രിവാൻഡ്രം ലോ കോളേജ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന ആ ഒരു ഏരിയ എന്നാണ്. ഓക്കെ, ട്രിവാൻഡ്രം ലോ കോളേജിൽ 2024 5 ഇയറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് 181. സ്റ്റേറ്റ് മെറിറ്റ് 181. ഓക്കെ, പിന്നെ ഈഴവ കാറ്റഗറി 377, മുസ്ലിം കാറ്റഗറിയിൽ 282, പിന്നെ SC കാറ്റഗറി 969, ST കാറ്റഗറിയിൽ 2120, EW കാറ്റഗറിയിൽ 765. അപ്പോൾ ഇതാണ് 4 ഗവൺമെൻറ് കോളേജിലെ 2024 5 ഇയർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് 2024 5 ഇയറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം 2 മെയിൻ അലോട്ട്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് ഏറ്റവും മെയിൻ അലോട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്ന്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അഡ്മിഷൻ ടു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് 5 ഇയർ LLB കോഴ്സ് 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ടേബിൾ. അപ്പോൾ നമുക്ക് ആദ്യം GLC എറണാകുളം നോക്കാം. അപ്പോൾ ഓർത്ത് നോക്കുക, 2024 5 ഇയർ LLB എൻട്രാൻസിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ GLC എറണാകുളത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ 109. വലിയ വ്യത്യാസം വന്നിരുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മെറിറ്റിൽ GLC എറണാകുളം 101 ലാസ്റ്റ് റാങ്ക്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് എന്ത് എത്തിയപ്പോൾ അത് 109. ഈഴവ കാറ്റഗറി 145. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അത് 143 വലിയ വ്യത്യാസമൊന്നുമില്ല, 140. മുസ്ലിം കാറ്റഗറിയിൽ 203 ഒരു വ്യത്യാസമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് 203. പിന്നെ SC കാറ്റഗറി 610. ഇതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 610 GLC എറണാകുളത്ത്. പിന്നെ എന്താണ് ST കാറ്റഗറിയിൽ 688. അതും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അതായിരുന്നു തന്നെ ലാസ്റ്റ് റാങ്ക്. പിന്നെ EWS കാറ്റഗറിയിൽ 736. അതും എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ GLC എറണാകുളത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് എത്തിയപ്പോൾ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡിഫറൻസ് ഇല്ല, ഇല്ലേ? 1-2 കാറ്റഗറി മാത്രമാണ് ലാസ്റ്റ് റാങ്ക് കൂടിയിട്ടുള്ളൂ, ഇല്ലേ? ബാക്കി ഒന്നും എന്ത് ചെയ്യില്ല, കുറയാൻ. കാരണം അവിടെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കോളേജാണ് GLC എറണാകുളം എന്ന്. പർട്ടിക്കുലർലി ഹൈക്കോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ആൾക്കാർ അവിടുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര കോമ്പറ്റീഷനാണ് GLC എറണാകുളത്ത് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് GLC കോഴിക്കോട് നോക്കാം. ഓക്കെ, GLC കോഴിക്കോടിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 200, സ്റ്റേറ്റ് മെറിറ്റിൽ 298. ഓക്കെ, 298. അത് 200 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 287. സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് എത്തിയപ്പോൾ 298. ഓർത്ത് വെക്കുക, ഞാനിപ്പോൾ 5 ഇയറിൻ്റെ 2024 സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ മെയിൻ അലോട്ട്മെൻറ്റ്, അല്ലേ? ഏറ്റവും അവസാനത്തെ മെയിൻ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. ഓക്കെ, ഈഴവ കാറ്റഗറിയിൽ 459. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 415. സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കും 459. പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ 378. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 348. പിന്നെ SC കാറ്റഗറിയിൽ 1237. ഓക്കെ, 1237. 1197 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. പിന്നെ ST കാറ്റഗറിയിൽ 2940. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 2548. പിന്നെ EW കാറ്റഗറിയിൽ
983. ഓക്കെ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 886. ഓക്കെ, ഇനി നമുക്ക് തൃശ്ശൂർ ലോ കോളേജ് നമുക്ക് നോക്കാം. തൃശ്ശൂർ ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് റാങ്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 304 304. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 290 സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് എത്തിയപ്പോൾ അത് 304. പിന്നെ നമ്മുടെ ഈഴവ കാറ്റഗറിയിൽ 494. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 415 ലാസ്റ്റ് റാങ്ക്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് 494. പിന്നെ നമ്മുടെ മുസ്ലിം കാറ്റഗറിയിൽ 363 ലാസ്റ്റ് റാങ്ക്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 363 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് SC കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് തൃശ്ശൂർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 1175. അത് വലിയ വ്യത്യാസമില്ല, കഴിഞ്ഞ അലോട്ട്മെൻറ്റ് 1175. പിന്നെ ST കാറ്റഗറി 2618. അത് 2618 തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. പിന്നെ 700 EW കാറ്റഗറി 839. അത് 763 ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി നമുക്ക് GLC ട്രിവാൻഡ്രം നമുക്ക് നോക്കാം. ഓക്കെ, GLC ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 205. ഓക്കെ, 205. ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 181. അത് 205. പിന്നെ ഈഴവ കാറ്റഗറി 434. ഓക്കെ, 434 സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. അത് 377. പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ 282 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ലാസ്റ്റ് റാങ്ക്. അത് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് എത്തിയപ്പോൾ 319. പിന്നെ SC കാറ്റഗറിയിൽ 1019 സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. ST കാറ്റഗറി 2120 ലാസ്റ്റ് റാങ്ക്. EW കാറ്റഗറിയിൽ 765 ലാസ്റ്റ് റാങ്ക്. ഓക്കെ, ഇതൊന്നും വലിയ വ്യത്യാസം കാണുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഈ ട്രിവാൻഡ്രം എറണാകുളത്തൊന്നും വലിയ വ്യത്യാസങ്ങൾ കാണും. കാരണം ഏറ്റവും ഡിമാൻഡുള്ള 2 കോളേജുകൾ, ഏറ്റവും അധികം കോമ്പറ്റീഷനുള്ളതും ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ പോപ്പുലേഷൻ എഴുതുന്നതും അവിടെ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ കിട്ടാൻ കുറച്ചുകൂടി ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റിൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെയും 5 ഇയറിൻ്റെ 2024 ലാസ്റ്റ് റാങ്ക്. ഓക്കെ, അപ്പോൾ ഇത് 2024 ഡാറ്റയാണ്. അത് വെച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ വർഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത്തവണത്തെ ഇത് വരട്ടെ, അലോട്ട്മെൻറ്റ് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റാങ്ക് കുറവാണെങ്കിലും കിട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട. ദർ ഇസ് ഹോപ്പ് അൺടിൽ ദ ലാസ്റ്റ്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അവസാനം വരെ ഹോപ്പ് ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ അലോട്ട്മെൻറ്റ് കഴിഞ്ഞോ? ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ വേക്കൻറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ഉണ്ട്, അലോട്ട്മെൻറ്റുകളുണ്ട്. വേക്കൻസി തീരുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? അലോട്ട്മെൻറ്റില്ല. പിന്നെ പലരും എന്ത് ചെയ്യുന്നുണ്ട്? അലോട്ട്മെൻറ്റ് കിട്ടി ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ചേരും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞായിരിക്കും ഇവർ വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും? അവർ അവിടെ പോയി ചേരും. അപ്പോൾ ഇവിടെ വേക്കൻസി ആവും. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും? അലോട്ട്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പോൾ ദർ ഇസ് ഹോപ്പ് അൺടിൽ ദ ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്കാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ്, അപ്പോൾ ഈ റാങ്ക് വരെ അല്ല കയറിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ് ആയിരുന്നു, സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഈ റാങ്ക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്. അതിന് ഡാറ്റ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്, ഒരു പ്രഡിക്ഷൻ ചെയ്യാത്തത്. അതുകൊണ്ടാണ്. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒരു കൃത്യമായി ഡാറ്റ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള റാങ്കുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇപ്പോൾ GLC ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 205 ലാസ്റ്റ് റാങ്ക് കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞിട്ടും കയറിയിട്ടുണ്ട്. സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞിട്ടും കയറിയിട്ടുണ്ട്. സോ അതാ ഞാൻ പറയുന്നത്, ദേർ ഇസ് ഹോപ്പ് അൺടിൽ ദ ലാസ്റ്റ്. സോ നോ വറീസ്, വെയിറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, എപ്പോഴാണ് നമ്മുടെ സമയം തെളിയുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് 5 ഇയറിൻ്റെ. ഇനി നമുക്ക് 3 ഇയറിനെ നമുക്ക് നോക്കാം. ഓക്കെ, 3 ഇയറിനെ നോക്കാം. പ്രൈവറ്റ് കോളേജിൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല. അത് നമുക്ക് ഞാൻ എന്തെങ്കിലും ഇത് ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നോക്കിയെടുത്തോളൂ നിങ്ങൾ. ഓക്കെ, ഇനി 3 ഇയറിൻ്റെ 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ GLC എറണാകുളത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ 3 ഇയറിൻ്റെ 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയും സ്റ്റേറ്റ് മെറിറ്റ് 156. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്റ്റേറ്റ് മെറിറ്റ് 156. ഓക്കെ, ഇനി ഈഴവ കാറ്റഗറിയിൽ എറണാകുളത്ത് ലാസ്റ്റ് കയറിയ റാങ്ക് എന്ന് പറയുന്നത് 249. മുസ്ലിം കാറ്റഗറിയിൽ അത് 276. ഓക്കെ, പിന്നെ എന്താണ്? SC കാറ്റഗറിയിൽ 652, ST കാറ്റഗറി 1952, EWS കാറ്റഗറി 554. അതായിരുന്നു GLC എറണാകുളത്ത് 3 ഇയറിൻ്റെ 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് റാങ്കുകൾ. അതായത് ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.
സ്റ്റേറ്റ് മെറിറ്റിൽ 2024 3 ഇയറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ കയറിയ ലാസ്റ്റത്തെ റാങ്ക് എന്ന് പറയുന്നത് 156ആണ്. അതാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. 156ാമത് റാങ്കിൽ കിടക്കുന്ന ആളാണ് ഏറ്റവും ലാസ്റ്റായിട്ട് 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം GLC എറണാകുളത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് GLC കോഴിക്കോട് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റ് 270 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. ഈഴവ കാറ്റഗറി 393. ഓക്കെ, പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ 380. ഓക്കെ, പിന്നെ SC കാറ്റഗറി 950. ഓക്കെ, ST കാറ്റഗറി 1326. ഓക്കെ, EW കാറ്റഗറി 918. ഇനി നമുക്ക് GLC തൃശ്ശൂർ നമുക്ക് നോക്കാം. GLC തൃശ്ശൂർ ഈ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി 275 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. ഓക്കെ, പിന്നെ ഈഴവ കാറ്റഗറി 437 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം. 461 മുസ്ലിം കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക്. പിന്നെ SC കാറ്റഗറി 961, ST കാറ്റഗറി 1909, EW കാറ്റഗറി 878. ഇനി നമുക്ക് GLC ട്രിവാൻഡ്രം നമുക്ക് നോക്കാം. GLC ട്രിവാൻഡ്രം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം ലാസ്റ്റ് റാങ്ക് 89ആണ്. ജനറൽ കാറ്റഗറിയിൽ 89 ആയിരുന്നു കഴിഞ്ഞ വർഷം 3 ഇയറിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റാങ്ക്. അത് നിങ്ങൾക്ക് മനസ്സിലായി എത്ര ഡിമാൻഡാണ് അവിടെ കിട്ടുക എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കണം. കാരണം എന്താ, വളരെ സാധാരണ GLC ട്രിവാൻഡ്രം ഒരു ഗ്രേറ്റർ പോപ്പുലേഷൻ ആ ഭാഗത്തുനിന്ന് എഴുതുന്നുണ്ട്. അവരെല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രിവാൻഡ്രം ലോ കോളേജ് ആയിരിക്കും. ഓക്കെ, ഈഴവ കാറ്റഗറി 215 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. മുസ്ലിം കാറ്റഗറി 207 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. SC കാറ്റഗറിയിൽ 515 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. ST കാറ്റഗറിയിൽ 1870 ആണ് ലാസ്റ്റ് റാങ്ക്. EW കാറ്റഗറി 379 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. ഇതായിരുന്നു 3 ഇയർ 2020 കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക്. ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നോക്കാം. അഡ്മിഷൻ്റെ 3 ഇയർ LLB കോഴ്സ് 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ടേബിൾ. അപ്പോൾ ഈ രണ്ട് മെയിൻ അലോട്ട്മെൻ്റ് ആണ് ഉള്ളത്. 3 ഇയറിന് ഇങ്ങനെ തന്നെ 2 മെയിൻ അലോട്ട്മെൻറ്റ്. അതിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് ഏറ്റവും ലാസ്റ്റത്തെ മെയിൻ അലോട്ട്മെൻറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേക്കൻസി സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതിലേക്ക് വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ് നടത്തും. അത് കഴിഞ്ഞ് പിന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ലാസ്റ്റ് റാങ്ക് എറണാകുളത്ത് സ്റ്റേറ്റ് മെറിറ്റ് 172. വലിയ വ്യത്യാസമൊന്നുമില്ല. കണ്ട, വളരെ ഡിമാൻഡുള്ളൊരു കോളേജാണ് എറണാകുളം. പിന്നെ ഈഴവ 273, മുസ്ലിംസിൽ 309, പിന്നെ SC കാറ്റഗറിയിൽ 709, ST കാറ്റഗറി 2048, EW കാറ്റ 563. ഒക്കെ വലിയ വ്യത്യാസങ്ങളില്ല. കാരണം എറണാകുളം, ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞ് ഹൈ ഡിമാൻഡ് കോളേജാണ്. ഓക്കെ, ഹൈ ഡിമാൻഡ് കോളേജ് എന്ന് പറഞ്ഞാൽ അത് നല്ലത് മോശം അങ്ങനെയൊന്നും ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതല്ല കേട്ടോ. ബിക്കോസ് എന്താണ്, എറണാകുളം ലോ കോളേജ് ഇരിക്കുന്ന അവിടെ അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഒരു ഗ്രേറ്റർ പോപ്പുലേഷൻ ഓഫ് ആൾക്കാരുണ്ട് ഹൈക്കോർട്ടുള്ളതുകൊണ്ടും ഒക്കെ. പിന്നെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലുള്ള ഒരു ഗ്രേറ്റർ പോപ്പുലേഷൻ ഓഫ് കൊല്ലം, അങ്ങനത്തെ ആലപ്പുഴ, ട്രിവാൻഡ്രം തന്നെ ഒരു വലിയൊരു എന്താ പറയുക അത്യാവശ്യം പോപ്പുലേഷൻ. അപ്പോൾ അവിടുന്ന് ഗ്രേറ്റർ ആൾക്കാരും അവരൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ കോളേജ് ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഗ്രേറ്റർ ഡിമാൻഡ് വരുന്നത്. ഓക്കെ, പിന്നെ GLC കോഴിക്കോടിലെ ലാസ്റ്റ് റാങ്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ 3 ഇയറിൽ ലാസ്റ്റ് റാങ്ക് 300 ആയിരുന്നു. ഈഴവ 405, മുസ്ലിംസ് 398, SC കാറ്റഗറി 1010, ST 1326, EW 946. ഓക്കെ, ഇനി GLC തൃശ്ശൂർ 302 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് ഈ സ്റ്റേറ്റ് മെറിറ്റ്. ഈഴവ കാറ്റഗറി 510, മുസ്ലിംസ് 511, SC കാറ്റഗറി 1003, ST 1909, EW 887. ഇനി GLC ട്രിവാൻഡ്രത്തിൽ 112 ആയിരുന്നു എന്ത് ചെയ്യുന്നുള്ളത് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക്. കണ്ട, 80 കിടന്നത് 112 ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് GLC ട്രിവാൻഡ്രത്ത്. ഈഴവ കാറ്റഗറി 223, മുസ്ലിംസ് 210, പിന്നെ SC കാറ്റഗറി 536, ST 1870, EW 379. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം 2024 3 ഇയറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. ഇത് കഴിഞ്ഞും അലോട്ട്മെൻറ്റ് നടന്നു. ഇതാണ് ഫൈനൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, എനിക്ക് കിട്ടിയ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും. ഇത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതല്ല ലാസ്റ്റ് റാങ്ക് കയറിയിട്ടുള്ളത്, ഇത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് റാങ്കുകൾ കയറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള റാങ്കുകൾ, കാരണം ഇത് കഴിഞ്ഞ് വേക്കൻസി സീറ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, അതിന് സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ GLC ട്രിവാൻഡ്രം സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് റാങ്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് 112 കഴിഞ്ഞിട്ടുള്ളവർ കയറിയിട്ടുണ്ട്. ഓക്കെ, അത് വേക്കൻസി അനുസരിച്ചാണ് അതിൻ്റെ കാര്യം. വേക്കൻസി അനുസരിച്ചാണ്
വേക്കൻറ്റ് സീറ്റ് അലോട്ട്മെൻറ്റും സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെൻറ്റും നടത്തുന്നത്. 2 മെയിൻ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഗ്രേറ്റർ ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, കോളേജുകളിലേക്ക് കയറ്റുന്ന ഈ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. പിന്നെ ശേഷിക്കുന്ന കുറച്ച് സീറ്റുകളിലേക്കാണ് ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ്, ഇത് വെച്ച് തന്നെ ആയിരിക്കും ഇത്തവണയെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആരും വിചാരിച്ചിരിക്കണ്ട, അങ്ങനെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ വർഷം ഡിഫറൻ്റ് ആയിട്ടൊരു ഇയർ ആണ്. നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നുള്ളതൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ഫോർ മോർ. ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.